തൃശൂർ DIG ഓഫീസിന് സമീപമുള്ള ക്ഷേത്രത്തിൽ കവർച്ച നടന്നു. ഇരട്ടച്ചിറ ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരമാണ് മോഷണം പോയത്. തൊട്ടടുത്ത മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരവും കവർന്നിട്ടുണ്ട്. തൃശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, പറയൂ മോഷണത്തിന്റെ കഥ. രാവിലെ പണിമുടക്ക് ദിവസമായിരുന്നു. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കരുതിയിരുന്നാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത്. അതായത് ഇത് DGP ഓഫീസാണ്. ബിനേഷ് ബാബുരാജ് ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതാണ് DGP ഓഫീസ്, DIG ഓഫീസ്. ഇതാണ് ഈ DIG ഓഫീസിന് തൊട്ടപ്പുറത്ത് ഉള്ള ശിവക്ഷേത്രമാണ് ഇരട്ടച്ചിറ ശിവക്ഷേത്രം. ഇരട്ടച്ചിറ ശിവക്ഷേത്രത്തിലാണ് ഭണ്ഡാരം കുത്തി തുറക്കാൻ ശ്രമം നടത്തിയത്, ഓഫീസ് കുത്തി തുറക്കാൻ ശ്രമം നടത്തിയത്. പക്ഷേ ഭാഗ്യത്തിന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇവിടെ പൂർണ്ണമായി ഈ ഭണ്ഡാരത്തിലെയും അതുപോലെ തന്നെ ഇവിടുത്തെ കണക്കും പൂർണ്ണമായി എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ ഒന്നും തന്നെ മോഷണം പോയില്ല. അതായത് ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഈ ചില്ലറ തുട്ടുകളാണ്. ഇതാ കണ്ടില്ലേ, ഈ ചില്ലറ തുട്ടുകളാണ് ആകെ ഉണ്ടായിരുന്നത്. അതെന്തായാലും ആ കൗണ്ടറിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് കള്ളൻ ഇവിടെ ദേവിക്ക് മുൻപ് ശിവന് മുൻപിൽ സമർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണെന്ന് തോന്നുന്നു തൊട്ടപ്പുറത്തെ ഒരു മാരിയമ്മൻ ക്ഷേത്രം, അവിടെ എന്തായാലും കുത്തി തുറന്നിട്ടുണ്ട്. ഭണ്ഡാരമാണ് കുത്തി തുറന്നിട്ടുള്ളത്. അതിൽ ഏതാണ്ട് ഒരു കഷ്ടിച്ച് ഒരു 10,000 രൂപയുടെ ഭണ്ഡാര വരവ് ഉണ്ടാവാറുണ്ട്. അവർ 2 മാസം 3 മാസം കൂടുമ്പോഴാണ് തുറക്കാറെന്ന് പറയുന്നു. ഈ ഭക്തരൊക്കെ രാവിലെ വന്നപ്പോഴാണ് ഇവിടുത്തെ വിവരങ്ങൾ പൂർണ്ണമായി അറിഞ്ഞത്. അവരെന്തായാലും വലിയ വിഷമത്തിലൊക്കെയാണ്. അങ്ങനെ കുത്തി തുറന്നു എന്ന് പറയുമ്പോൾ ഒരു വിഷമം തന്നെയല്ലേ? തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇത് കാലത്ത് അതിരാവിലെ വന്ന് സ്വന്തം DIG ഓഫീസാണ് കാണുന്നത്. അതെ, DIG ഓഫീസാണ്. പക്ഷേ പോലീസിന്റെ ഉള്ളിലാണ് രണ്ടും നടന്നിട്ടുള്ളത്. അപ്പുറത്തും പോലീസ്, ഇപ്പോഴത്തും പോലീസ്. അതാണ് പോലീസുകാരുടെ തൊട്ടടുത്ത മേഖലയാണ്. ആ മേഖലയിൽ വെച്ചാണ് ഇത്തരത്തിൽ 2 മോഷണങ്ങളും നടന്നിട്ടുള്ളത്. ഇവിടുത്തെ CI അടക്കമുള്ള മുഴുവൻ പോലീസ് സംഘവും അല്പസമയം മുൻപ് ഇവിടെ എത്തി. നമ്മളിവിടെ എത്തുന്ന സമയത്ത് അവർ പരിശോധിക്കുകയായിരുന്നു. എന്തായാലും തൊട്ടപ്പുറത്തെ സറൗണ്ടിങ്സിലുള്ള ഈ പ്രദേശത്തുള്ള കള്ളന്മാർ തന്നെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. വിരലടയാള വിദഗ്ധർ പരിശോധന നടത്താൻ വേണ്ടി ഇപ്പോൾ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം മറ്റു നടപടിക്രമം ഫിംഗർ പ്രിന്റ് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായി കള്ളന്മാരെ പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് പറയുന്നത്. പക്ഷേ തീക്കട്ടയിലാണ് ഉറുമ്പരിച്ചിരിക്കുന്നത്. DIG ഓഫീസാണ്. തൊട്ടപ്പുറത്ത് കമ്മീഷൻ ഓഫീസുണ്ട്. അവിടെയാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.